കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡയാലിസിസ് രോഗികൾ പ്രതിസന്ധിയിൽ. ഡയാലിസിസിന് ആവശ്യമായ ഗ്ലൌസ് ആശുപത്രിയിൽ കിട്ടാനില്ല. ഗ്ലൌസ് പുറത്തുനിന്ന് വാങ്ങി നൽകേണ്ട അവസ്ഥയാണെന്ന് രോഗികൾ പറയുന്നു. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസിന് വിധേയരാകേണ്ടവരാണ് ദുരിതത്തിലായത്. സാനിയോ മനോമിയുടെ റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത്. ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അവർക്ക് വാങ്ങാനുള്ള ഗ്ലൗ കിട്ടാനില്ല എന്നുള്ളതാണ്. സാധാരണ മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഗ്ലൗ ഇപ്പോൾ അവർ പുറത്തു നിന്ന് പണം കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യമാണ്. പലർക്കും ജോലിക്കൊന്നും പോകാനാകാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. 2-3 മാസങ്ങളായി ഞങ്ങളിപ്പോൾ ഈ ഗ്ലൗ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം 40, ചിലപ്പോൾ 50 ഇങ്ങനെ ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് പുറത്ത് പോയിട്ടാണ് വാങ്ങിക്കൊടുക്കുന്നത്. ചില പേഷ്യൻറ്റ് നമ്മൾ കയ്യിൽ തരില്ല. അപ്പോൾ ഞങ്ങളെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ 250 റുപ്യേൻ്റെ ഒരു പെട്ടി വാങ്ങി. പിന്നെ സ്റ്റെറൈൽ ഗ്ലൗ എത്ര വാങ്ങിയത് അതും വാങ്ങി. ഒരു 20, അതായത് രാവിലെ 25 പേഷ്യൻ്റ് ഉണ്ട്, ഉച്ചയ്ക്ക് 25 പേഷ്യൻ്റ് ഉണ്ട്, വൈകുന്നേരം നൈറ്റൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ രാവിലെ ഉള്ളവർക്ക് മാത്രമേ നോക്കാനാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങളൊരു ഫണ്ട് ഇട്ടിട്ട് ഇത് വാങ്ങിച്ചിട്ട് അവരെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയെടുക്കലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് തീരെ പൈസ കിട്ടാത്തൊരവസ്ഥയിലേക്ക് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധനങ്ങളൊക്കെ കിട്ടാനുണ്ടോ? എല്ലാം വന്നിട്ടുണ്ട് എന്നാണ് സിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം വാങ്ങിക്കൊടുക്കേണ്ടി വരുന്നില്ല. ഈ ഗ്ലൗ ആണ് പ്രശ്നം. ഇപ്പോൾ പ്രശ്നം നിത്യേന ഇങ്ങനെ വാങ്ങുന്നതുകൊണ്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 2 പ്രാവശ്യം സൂപ്രണ്ട് സാറിൻ്റെ അടുത്ത് പോയി കണ്ട്. അപ്പോൾ സാറിന് നിങ്ങൾ നോക്കേണ്ട, പെട്ടെന്ന് തന്നെ വരും, പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞ്.